നമ്മൾ ഡെവലപ്പേഴ്സിന്റെ സൈഡിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ലോജിക്കൽ ഓപ്പറേറ്റർ ആയിരിക്കും ഓർ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ. അപ്പോൾ ഓർ എങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ ഇപ്പം ട്രൂത്തി വാല്യൂ ആണെങ്കിൽ ഈ ഒരു വാല്യൂ തന്നെ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യും. ഇല്ല എങ്കിൽ സെക്കൻഡ് ഓപ്പറേന്റ് ആയിട്ടുള്ള ഡിഫോൾട്ട് വാല്യൂ പ്രിന്റ് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ എൻ്റെ റെസ്റ്റിന്റെ വാല്യൂ 0 ആണ്. 0 ജാവാസ്ക്രിപ്റ്റിൽ കൺസിഡർ ചെയ്യുന്ന ഫോൾസി വാല്യൂ ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? നോ എന്ന് കിട്ടും. അതേപോലെ ഞാൻ ഇവിടെ ഒരു എം ടി സ്ട്രിങ് പാസ് ചെയ്യണം. എം ടി സ്ട്രിങ് പാസ് ചെയ്ത് പിന്നെ ഞാൻ റൺ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? നോ എന്ന് കിട്ടും. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു സെയിം സാധനം നമ്മൾ പുതിയ ഓപ്പറേറ്ററായ നള്ളിഷ് കോലേസിങ് ഓപ്പറേറ്റർ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ഇതിൻ്റെ ആൻസർ എങ്ങനെയാണെന്ന് വരിക. ഓക്കെ, ഇവിടെ റെസ്പോൺസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എം ടി സ്ട്രിങ് ആണ്. ഇപ്പം എം ടി സ്ട്രിങ് ഞാൻ ഇവിടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഓറിൻ്റെ കേസിൽ നമുക്ക് എന്താണ് കിട്ടുക? ഈ നോ എന്ന് പറഞ്ഞ ഇതാണ് പ്രിന്റ് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ റെസിന്റെ വാല്യൂ ഫാൾസി വാല്യൂ ആയതുകൊണ്ട്. ഇനി ഈ ഒരു നള്ളിഷ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതൊന്ന് റൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ഈ ഒരു എം ടി സ്ട്രിങ് തന്നെയാണ് കിട്ടുക. ഓക്കെ, അതേപോലെ ഇവിടെ ഫാൾസ് എന്ന് ഞാൻ പാസ് ചെയ്തു, എന്നിട്ട് റൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? ഫാൾസ് എന്ന് കിട്ടും. അതേപോലെ ഞാൻ 0 എന്ന് പാസ് ചെയ്തു. 0 എന്ന് പാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? 0 എന്ന് കിട്ടും. ഇനി എപ്പോഴാണ് നമുക്ക് നോ കിട്ടുക? നോ കിട്ടണമെങ്കിൽ നമ്മളുടെ വാല്യൂ ഒന്നില്ലെങ്കിൽ നള്ളായിരിക്കണം, അല്ല എങ്കിൽ അൺഡിഫൈൻഡ് ആയിരിക്കണം. അപ്പോൾ നള്ളിഷ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ നള്ളോ അൺഡിഫൈൻഡ് ആയാൽ മാത്രമേ ഈ സെക്കൻഡ് ഓപ്പറൻ്റ് ആയിട്ടുള്ള ഈ ഒരു വാല്യൂ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങൾ കോഡ് എഴുതുന്ന ടൈമിൽ ഒരു ലോങ് എക്സ്പ്രഷൻ ഒക്കെ ഉണ്ട് എങ്കിൽ അത് ചിലപ്പം റെസ്റ്റിന്റെ വാല്യൂ നിങ്ങൾക്ക് 0 ആയിട്ട് വരാം, എം ടി സ്ട്രിങ് ആയിട്ട് വരാം. പക്ഷേ നിങ്ങൾ വിചാരിക്കും അത് നോ എന്ന് പ്രിന്റ് ചെയ്യും. പക്ഷേ അത് ആക്ച്വലി ഇവാലുവേറ്റ് ചെയ്യുന്നത് നള്ളോ അൺഡിഫൈൻഡ് വരുമ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ബ്രേക്ക് ആവാൻ സാധ്യത ഉണ്ട്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.